നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ചില മാറ്റങ്ങളെക്കുറിച്ചും ലഭിക്കുന്നതായ സന്ദേശങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ അത് ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്ത് ആകുന്ന സമയം ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ എന്താണോ മറ്റുള്ളവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് സ്മൂത്തായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഭാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്തരം ചില കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും യാത്രകൾക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത്തരമൊരു തീരുമാനങ്ങൾ എടുക്കാം. വലിയൊരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പോലും പ്ലാൻ ചെയ്യുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും കൂടുതൽ സമയം ചെലവഴിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷയിൽ പല കാര്യങ്ങളും പ്രവർത്തിച്ചു എങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നതും നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലൊരു മാറ്റം ഉണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ഏറെ വിശ്വാസം തരുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരികയോ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യാവുന്നതാണ്. അവർ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് പല കാര്യങ്ങളും പലരും തുറന്നു പറയുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. നിങ്ങളിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഈ സമയം രൂപപ്പെടാവുന്നതാണ് എന്നതാണ് വാസ്തവം. നിങ്ങൾ ഇത്രയും നാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ ഫലം ലഭിക്കുവാൻ നിങ്ങൾക്ക് സമയമായി എന്നും സാമ്പത്തികമായോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങളിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അർഹിക്കുന്നതായ പല കാര്യങ്ങളും ലഭിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ സഹായിച്ചവർ അഥവാ നിങ്ങളെ തിരികെ സഹായിക്കാനുള്ള ഒരു അവസരം പോലും അവർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ പലരിൽ നിന്നും പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിഷമകരമായ സാഹചര്യമാണ് എന്ന് പറയുന്നു. കാരണം പല വ്യക്തികളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സഹായത്തിന് തടസ്സം നിൽക്കുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സഹായം അത് പലരും തരാത്തതായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം ആരും സഹായിക്കാനില്ല എന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളെ സഹായിക്കാൻ പല വ്യക്തികളും കടന്നു വരുന്നു അല്ലെങ്കിൽ പല വ്യക്തികളും നിങ്ങളുടെ പക്കലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സത്യം നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്.
നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. സമ്പാദ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കടന്നു വരുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ സമ്പത്ത് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നതും വാസ്തവമാണ്. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാണണം എന്ന് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ കാണുവാനുള്ള അവസരങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് ഒരു ജീവിതത്തിലേക്ക് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ മുൻപ് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അറിയുവാൻ സാധിക്കുന്ന സിറ്റുവേഷൻ ഈശ്വരാനുഗ്രഹത്താലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതും വാസ്തവമാണ്. എടുത്തുചാട്ടം ഒഴിവാക്കി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നടക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ വിധി വന്ന് ചേരുന്ന ഒരു സമയമാണ്. വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഭാഗത്തെ ന്യായം വിജയിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ വ്യക്തിത്വം വളരുന്ന സാഹചര്യമുണ്ട്. വളരെ മാഗ്നറ്റിക്കായ വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരികയും അത് നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനായാസം മറികടക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പുതിയ ഒരു ഉണർവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പുതു ഊർജം തന്നെയാണ് കടന്നു വരിക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധൈര്യം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിമിത്തങ്ങളിൽ വിശ്വസിക്കുക വെറുതെയല്ല എന്ന് ബോധ്യപ്പെടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ശക്തി ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഏതാണ് ശരി എന്ന് തോന്നുന്നുവോ അത് മാത്രം പ്രവർത്തിക്കുവാനും ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അനിവാര്യമായത് എന്തോ അതാണ് നിങ്ങൾക്ക് കൂടുതലായും പ്രവർത്തിക്കുവാൻ സാധിക്കുക. ജീവിതത്തിൽ വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങൾ, ദുരിതപൂർണമായ സാഹചര്യങ്ങളോട് പടവെട്ടി നിൽക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളിൽ ഈശ്വരവിശ്വാസമുണ്ട് എങ്കിൽ, ഈശ്വരാധീനം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും സാധിക്കും. കാരണം ഭഗവാൻ നൽകുന്നതായ പല അനുകൂല സാഹചര്യങ്ങളും അത് കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാൻ നിങ്ങൾക്ക് അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അത് കൃത്യതയോടെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഈ സമയം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതായ അവസ്ഥ, അത്തരത്തിൽ കടന്നു വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം പോലും സംഭവിക്കാം. ഈ സമയം ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക.